ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മദേഴ്സ് നഴ്സിംഗ്. എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഇന്നത്തെ അപ്ഡേറ്റ് LBSൻ്റെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് സംബന്ധമായ സംശയങ്ങൾ, സെക്കൻഡ് അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത കുട്ടികൾ മദേഴ്സ് നഴ്സിൻ്റെ ഒഫീഷ്യൽ നമ്പറിൽ ചോദിച്ച സംശയങ്ങളെ ആസ്പദമാക്കിയിട്ടാണ്. അപ്പോൾ നമുക്ക് നിങ്ങൾ സെക്കൻഡ് അലോട്ട്മെൻറ്റ് ഞങ്ങൾക്ക് കിട്ടിയില്ല, ഞങ്ങളുടെ പൊസിഷൻ വെച്ച് ഞങ്ങൾ വെച്ച കോളേജസിൽ കിട്ടിയില്ല, അപ്പോൾ ഞങ്ങൾക്ക് കിട്ടാൻ പോസിബിലിറ്റീസ് ഉണ്ടോ, ഇനി പുതിയ കോളേജസ് വരുമോ, ഇങ്ങനെയുള്ള സംശയങ്ങൾ ഒത്തിരി അധികം കുട്ടികൾ സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്രധാനമായിട്ട് ഞാൻ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് LBSൽ ഇനിയും അപ്ഡേറ്റ് ആവാത്ത കോളേജസ് വരാൻ സാധ്യതയുണ്ട്. അതിൻ്റെ അഫിലിയേഷൻ അപ്ഡേഷൻ ആയി കഴിഞ്ഞാൽ നമുക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് മുമ്പോട്ടുള്ള അലോട്ട്മെൻറ്റ്സിന് അപ്ഡേറ്റ് ആവുന്ന വരുന്ന രീതിയിലുള്ള കോളേജ് ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയതായിട്ട് കോളേജ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് കിട്ടാനൊരു പോസിബിലിറ്റീസ് കാണുന്നുണ്ട്. നിയർലി ഒരു 9 കോളേജിലുണ്ടത് അഫിലിയേഷൻ അപ്ഡേഷൻ ആയെങ്കിൽ മാത്രമേ നമുക്ക് LBSൻ്റെ സൈറ്റിലേക്ക് വരുള്ളൂ. അടുത്തതായിട്ട് പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ CPASലെ അലോട്ട്മെൻറ്റ്സിലാണ്, അതുപോലെ തന്നെ മറ്റുള്ള AMCS, FNCK, PNC, MAC എന്നുള്ള അസോസിയേഷൻ വഴി സീറ്റ് ലഭിച്ച കുട്ടികൾ അതുവഴി അഡ്മിഷൻ പ്രോസസ്സിലേക്ക് പോയി കഴിഞ്ഞാൽ LBSലേക്ക് സീറ്റ് ലാപ്സ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡെഫിനറ്റ്ലി വരുന്ന അലോട്ട്മെൻറ്റ്സ് നമുക്ക് കിട്ടാൻ സാഹചര്യങ്ങളുണ്ട്. പോസിബിലിറ്റീസ് ഉണ്ടെന്ന് ചോദിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. അടുത്തതായിട്ട് എനിക്ക് പറയാനുള്ളത് സിമെറ്റിൻ്റെ NRI സീറ്റ്സും നമുക്ക് LBS മുഖേനയാണ് ആപ്ലിക്കേഷൻ വെക്കുന്നത്. അപ്പോൾ നിങ്ങൾ സിമെറ്റിൻ്റെ NRI കൊണ്ട് നമ്മൾ ഓപ്ഷനിൽ നമ്മൾ കോളേജ് വെച്ച് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിക്കുകയാണെങ്കിൽ NRI ബേസിസിലുള്ള ഡോക്യുമെൻറ്റ്സ് കറക്റ്റായിട്ട് നമുക്ക് സബ്മിറ്റ് ചെയ്യാൻ, വൈൽ ജോയിനിങ് സബ്മിറ്റ് ചെയ്യാൻ നമുക്കുണ്ട്. സ്പോൺസർഷിപ്പായിട്ട് കാണിക്കാനും അവർ പറഞ്ഞ മാനദണ്ഡത്തിലുള്ള സർട്ടിഫിക്കറ്റ്സ് വെക്കാൻ ഓപ്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ NRI സീറ്റ് നമ്മൾ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കാവുള്ളൂ. അല്ലാത്ത പക്ഷം നമ്മൾ ശ്രദ്ധിക്കുക, നമ്മൾ സിമെറ്റ് NRI സീറ്റ്സിലേക്ക് നമ്മൾ ആപ്ലിക്കേഷൻ വെക്കരുത്. അതായത് ഓപ്ഷൻ രജിസ്ട്രേഷനിൽ വെക്കാൻ പാടില്ല, അത് റിമൂവ് ചെയ്ത് കളയുക. അടുത്ത ഒരു കേസ് എന്ന് പറഞ്ഞാൽ കോളേജ് ട്രാൻസ്ഫറാണ്. നമുക്കൊരു പർട്ടിക്കുലർ കോളേജ് കിട്ടി, ആ കോളേജ് നമുക്ക് മാറ്റാൻ സാധിക്കുമെന്ന് ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ പർട്ടിക്കുലർ ആ കോളേജിൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷനിലെ പ്രിൻസിപ്പൽ ഡിസിഷൻ ഒരു ഇതാണ്. പിന്നെ കോളേജ് നമുക്ക് NOC എടുക്കേണ്ട സാഹചര്യം വരുന്നുണ്ട്. നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ റെപ്യൂട്ടഡ് കോളേജ് നമുക്ക് സീറ്റ് അഡ്മിഷൻ പോകുന്നുണ്ടെങ്കിൽ അത് കൺഫേം ആയിട്ട് ചേരുമെന്നുള്ള സാഹചര്യത്തിൽ ചേരാൻ ശ്രമിക്കുക. ആ കോളേജുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കുക, നമുക്ക് ചേഞ്ച് ചെയ്യുന്നതിൻ്റെ ഒരു കാര്യം. ഞാൻ പറഞ്ഞ ഉദാഹരണമായിട്ട് ഇപ്പോൾ AMCS, FNCയിലെ ഒരു കോളേജ് ഇഷ്ടപ്പെട്ടു, ചേർന്നു, പക്ഷേ നമുക്ക് LBS ടു ചേഞ്ച് ചെയ്യണം, അത് നേരത്തെ തന്നെ കോളേജുമായിട്ട് സംസാരിക്കുക. പ്രിഫറബിളി നമുക്കത് ഒരു പ്രയാസകരമായൊരു കാര്യമാണ്. അതുപോലെ തന്നെ LBSൻ്റെ കേസിലാണ് നമുക്ക് കോളേജ് നമുക്ക് പിന്നീട് ട്രാൻസ്ഫർ ചെയ്യുക. അതൊക്കെ ആ പർട്ടിക്കുലർ കോളേജിൽ നിന്ന് നമുക്ക് NOC കിട്ടിയതിന് ശേഷം മാത്രമേ ഉള്ളൂ. അപ്പം സ്പോട്ടിൽ ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നതാണോ താല്പര്യം എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. പ്രധാനമായിട്ടും നമുക്ക് ഇത്രയും അധികം ആപ്ലിക്കൻസ് ഉള്ളതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ഒരു സാഹചര്യം നഷ്ടപ്പെടുത്താതിരിക്കുന്നതേ ഞാൻ പറയുന്നുള്ളൂ. പിന്നെ നിങ്ങൾക്ക് ഏതാണോ ഫീസിബിൾ ആയിട്ടുള്ള രീതി നിങ്ങൾ ഡിസിഷൻ എടുത്ത് മൂവ് ഓൺ ചെയ്യുക. സീറ്റ് ലഭിക്കാത്ത കുട്ടികൾ പ്രധാനമായിട്ട് വരുന്ന അലോട്ട്മെൻറ്റ്സിലാണല്ലോ ആഡ് ഓൺ ചെയ്യുന്ന കോളേജ് നോക്കിയിട്ട് ആഡ് ഓൺ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അടുത്തായിട്ടൊരു കേസ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം മാർക്ക് കുറവുള്ള കോളേജ് സ്റ്റിൽ ഇപ്പോഴും വെയിറ്റിങ്ങിലാണെങ്കിൽ നമുക്ക് കേരളത്തിന് പുറത്ത് ആപ്ലിക്കേഷൻ ചെയ്യാനുള്ള പ്രൊവിഷൻസ് ഉണ്ട്. നീറ്റൊക്കെ അപ്ലൈ ആയിട്ടുള്ളവർക്ക് ആന്ധ്ര ബേസിസിലോ അല്ലെങ്കിൽ ഹൈദരാബാദിലൊക്കെ മെഡിക്കൽ കോളേജ് നീറ്റ് അപ്ലൈ ചെയ്ത കുട്ടികൾക്കാണെങ്കിൽ, അല്ലാതെ തന്നെ നമുക്ക് ഫീസ് കുറവുള്ള അഫിലിയേഷനുള്ള കോളേജസ് ഉണ്ട്. ഒത്തിരി സീറ്റ്സ് ഒന്നും ഇല്ല, നമുക്ക് ആപ്ലിക്കേഷൻ വെക്കാൻ പറ്റും ഇപ്പോഴും. അങ്ങനെ അപ്ലൈ ചെയ്യാൻ സംശയമുള്ളവർ, പ്രത്യേകിച്ച് റിപ്യൂട്ടഡ് ആയിട്ടുള്ള കോളേജ് അപ്ലൈ ചെയ്യാൻ സംശയമുള്ളവർ മദേഴ്സ് നഴ്സിൻ്റെ ഒഫീഷ്യൽ നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യുക. ഓക്കെ, എനിവേ LBSൻ്റെ ഈ കോളേജ് ട്രാൻസ്ഫർ ബേസ് ചെയ്തിട്ട് ഒത്തിരി പേര് സംശയങ്ങൾ ചോദിച്ചിരുന്നു. നിങ്ങൾ ചോദിച്ച സംശയങ്ങൾക്ക് ഒരു വ്യക്തതയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ വരുന്ന അലോട്ട്മെൻറ്റ് എപ്പോഴും പ്രധാനമായിട്ട് മനസ്സിലാക്കുക, LBSൻ്റെ 3 അലോട്ട്മെൻറ്റ് കഴിഞ്ഞാൽ പിന്നെ സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് അല്ലെങ്കിൽ സ്പോട്ട് അലോട്ട്മെൻറ്റ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ മെയിൻ 3 അലോട്ട്മെൻറ്റ്സ് കഴിഞ്ഞതിന് ശേഷം കോളേജ് ജോയിനിങ് ആണ് വരുന്നത്. കോളേജ് ജോയിനിങ് സംബന്ധമായ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. കോമൺ ഡൗട്ട്സ് ഞാൻ വീഡിയോസിൽ അപ്ഡേറ്റ് ചെയ്യുള്ളൂ. എനിവേ നഴ്സിംഗ് ബേസിലുള്ള മറ്റൊരു അപ്ഡേഷൻ വീഡിയോ കാണുന്ന വരെ ടിൽ ദെൻ താങ്ക് യു.